നമസ്കാരം പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോയ്ക്ക് വലിപ്പം കൂടുതലാണ്. അത് കുറയ്ക്കണമെന്ന് പലരും പറയാറുണ്ട്. അത് കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും റിസർച്ചുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചില വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് ചെറുതായി പറയാൻ കഴിയും? ഇന്നലെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രണ്ടുപേരും ഒരുമിച്ച് മത്സരിച്ച് VD സതീശനെതിരെ BJPക്കാർക്കെതിരെ രംഗത്ത് വന്നു. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 കാര്യങ്ങൾ പരിഗണിക്കണം. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരേ ഭാഷയിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണ്? അവർ പരസ്പരം ഭിന്നതയുള്ളവരാണ്. അവർ പെട്ടെന്ന് ഐക്യപ്പെട്ടതും ഒരേ ഭാഷയിൽ സംസാരിച്ചതും എന്തുകൊണ്ടാണ്? VD സതീശനെ ഇരുവരും ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? VN വാസവൻ ഇടയ്ക്ക് വിളിച്ചത് എന്തുകൊണ്ടാണ്? VN വാസവനും CPMനും വേണ്ടി ചെയ്യുന്നതാണോ? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ വാസ്തവത്തിൽ ഈ പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ കഴിയൂ. നമുക്കിത് വിശദമായി തന്നെ പരിശോധിക്കാം. വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനത്തിൽ ഒരു പുതുമയുമില്ല, പുത്തരിയുമല്ല. കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി നടേശൻ്റെ ലൈൻ അതാണ്. വെള്ളാപ്പള്ളി നടേശൻ കടുത്ത മുസ്ലിം വിരുദ്ധനാണ്, ലീഗ് വിരുദ്ധനാണ്. മലപ്പുറത്ത് മുസ്ലിങ്ങളും മുസ്ലിം ലീഗും എല്ലാം സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്ന അഭിപ്രായക്കാരനാണ്. വെള്ളാപ്പള്ളി നടേശൻ CPMനോട് കടുത്ത ആരാധനയുള്ളവരാണ്. UDF അധികാരത്തിൽ വരരുത്, CPMൻ്റെ ഭരണം തുടരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വെള്ളാപ്പള്ളിയുടെ മകനെ BJPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത് CPMൻ്റെ ഭരണമാണ്. അതിനുവേണ്ടി വെള്ളാപ്പള്ളി നടേശൻ കടുത്ത വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെള്ളാപ്പള്ളിയുടെ ബദ്ധശത്രുവാണ്. വെള്ളാപ്പള്ളി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. അത് ഒരു തരത്തിലും ആരെയും സ്വാധീനിക്കാൻ പോകുന്നില്ല. സാധാരണഗതിക്ക് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയാണ് നമ്മുടെ രീതി. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സമുദായ നേതാവാണ്, അതുകൊണ്ട് മറ്റുള്ളവർ അവഗണിക്കാറുണ്ട്. പക്ഷേ ഇത് ഇന്നലെ ഇത്രയേറെ ചൂട് പിടിക്കാൻ കാരണം വെള്ളാപ്പള്ളിയുടെ അതേ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടി സുകുമാരൻ നായർ രംഗത്ത് വന്നപ്പോഴാണ്. നമുക്കറിയാം, NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അങ്ങനെയങ്ങ് പ്രതികരിക്കുന്ന ആളല്ല, മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്ന ആളാണ്. വെള്ളാപ്പള്ളിയെ പോലല്ല, സമുദായത്തിൽ അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും സമുദായാംഗങ്ങൾക്കിടയിൽ ഇപ്പോഴും സുകുമാരൻ നായർക്ക് സ്വാധീനമുണ്ട്. വെള്ളാപ്പള്ളിയെ ഒരു സമുദായാംഗത്തിനും കണ്ടുകൂടാ. അദ്ദേഹം വളരെ കൃത്രിമ വഴികളിലൂടെ ഭരണം നിലനിർത്തുന്നു, അധികാരം നിലനിർത്തുന്നു എന്നതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്നല്ലാതെ, കുറേ നേതാക്കന്മാർക്കല്ലാതെ സാധാരണ സമുദായാംഗങ്ങൾ വെള്ളാപ്പള്ളിക്ക് വില കൊടുക്കുന്നതില്ല. എന്നാൽ NSSൻ്റെ സ്ഥിതി അങ്ങനല്ല. NSSലെ ഭൂരിപക്ഷം അംഗങ്ങളും സുകുമാരൻ നായരെ അംഗീകരിക്കുന്ന ആളാണ്. സുകുമാരൻ നായരാവട്ടെ മിതഭാഷിയാണ്, അനാവശ്യമായി അഭിപ്രായം പറയാറില്ല. വെള്ളാപ്പള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ സുകുമാരൻ നായർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും സുകുമാരൻ നായരുടെ കൃത്യമായ രാഷ്ട്രീയം ഏതാണെന്ന് ആർക്കും നിശ്ചയമില്ല. അദ്ദേഹത്തെ സൂക്ഷിച്ചു വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കമ്മ്യൂണിസത്തോടും CPMനോടും അകൽച്ചയുള്ള ആളായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലൊക്കെ ശക്തമായ നിലപാടെടുത്തു. സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കാറുണ്ട്. സ്പീക്കർ M ഷംസീറിനെതിരെ അദ്ദേഹം വെല്ലുവിളി ഉയർത്തി. പക്ഷെ അടുത്ത കാലത്തായി അദ്ദേഹം CPMനോട് അനുഭാവം പുലർത്തുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ CPMനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കാറുണ്ട്. കോൺഗ്രസ് പാർട്ടിയോട് അദ്ദേഹത്തിന് എപ്പോഴും ഒരു സ്നേഹമുള്ളതായി നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അതിലെ ചില നേതാക്കളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. രമേശ് ചെന്നിത്തല ഇഷ്ടമാണ്, എന്നാൽ VD സതീശന് ഇഷ്ടമല്ല. BJPയോട് അദ്ദേഹത്തിന് ഒരു കാലത്തും ഇഷ്ടമില്ല. ഒരു BJP നേതാവിനെയും അദ്ദേഹം പിന്തുണച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ രംഗത്തിറങ്ങുകയും VD സതീശനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുകയും പിണറായി വിജയനെയും രമേശ് ചെന്നിത്തലയും അദ്ദേഹം സ്തുതിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും. ഇതിൻ്റെ പിന്നിലെ ഇടപാടെന്താണ്? പലതരത്തിലുള്ള ഇടപാടുകൾ സംശയിക്കാം. CPMും സർക്കാരും തെറ്റ് തിരുത്തി എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ഏത് തെറ്റ് എങ്ങനെ തിരുത്തി എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നില്ല. തെറ്റ് തിരുത്തൽ പമ്പയിലെ അയ്യപ്പ സംഗമമാണെങ്കിൽ അത് തെറ്റിൻ്റെ വ്യാപ്തി കൂട്ടലായിരുന്നു എന്ന് അയ്യപ്പൻ പോലും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ആ തെറ്റ് തിരുത്താൻ നേതൃത്വം കൊടുത്തവരൊക്കെ നിരന്തരമായി ജയിലിൽ പോകുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായർ CPM തെറ്റ് തിരുത്തി എന്ന് പറയുന്നത് വ്യാജമാണ്. അതുകൊണ്ട് തന്നെ CPMന് ഇതിൽ ചില താല്പര്യമുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലരൊക്കെ പറയുന്നത് സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട ചില ദുരൂഹമായ ഇടപാടുകൾ CPMൻ്റെ കയ്യിലുണ്ടെന്നും അവർ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്നുമാണ്. നമുക്കറിയില്ല എൻ്റെ വാസ്തവം എന്താണെന്ന്. ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം CPMന് ശീലമാണ്. പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും സകല സ്വകാര്യതകളും തെരഞ്ഞു പിടിച്ച് അത് വെച്ച് അവരെ കൺട്രോൾ ചെയ്യുന്ന രീതി പിണറായിക്കൊണ്ട്. പലരെയും കേസിൽ കൊടുക്കുന്നത് തന്നെ അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും അത് വെച്ച് വിലപേശാനുമാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിലപേശൽ പിണറായി നടത്തിയത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അതിനുത്തരം പറയേണ്ടത് സുകുമാരൻ നായരാണ്. നോക്കും,
സുകുമാരൻ നായരുടെ വിവാദ പത്രസമ്മേളനത്തിനിടയിൽ വി.എൻ. വാസവൻ വിളിക്കുകയാണ്. ഓർക്കണം, സുകുമാരൻ നായരെ അപ്പോയിൻമെൻ്റ് എടുത്തു പോയി കണ്ടാൽ മാത്രം അദ്ദേഹം കാണാൻ സമ്മതിക്കൂ. എന്നാൽ പോലും ചിലപ്പോൾ കയറ്റാതെ വിടും. CV ആനന്ദബോസ് പറഞ്ഞത് മന്നസമാധിയിൽ പ്രാർത്ഥിക്കാൻ പോലും അനുവദിച്ചില്ലെന്നാണ്. ആ സുകുമാരൻ നായരെ പത്രസമ്മേളനത്തിനിടയിൽ ടെലിഫോൺ വിളിക്കണം മന്ത്രി വാസവൻ പത്രസമ്മേളനം അറിയാതെയാണ് വിളിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? പറ്റില്ല. കാരണം വാസവൻ മന്ത്രിയാണ്. സുകുമാരൻ നായർ പത്രസമ്മേളനം നടത്തുമ്പോൾ അറിയാതെ പോവില്ല. ഈ ഫോൺ ബെല്ലടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന അല്പം വൈകിയാണ്. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തപ്പോഴത്തേക്കും നിന്നുപോയി. ആ ഫോൺ അങ്ങോട്ട് മാറ്റിവെച്ച സുകുമാരൻ നായർ വീണ്ടും ആ ഫോൺ എടുക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു ആശങ്ക, വാസവൻ വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചെങ്കിൽ മോശമല്ലേ എന്ന്. അല്ലെങ്കിൽ ആരാണെങ്കിലും പത്രസമ്മേളനത്തിനിടയിൽ ഏത് പ്രമുഖം വിളിച്ചാലും എടുക്കില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഏത് പ്രമുഖം വിളിച്ചാലും ഞാൻ എടുക്കാറില്ല. ഒരു പത്രസമ്മേളനമാണ്, ലൈവാണ്, അപ്പോൾ എടുക്കില്ല. പക്ഷേ എന്നിട്ടും സുകുമാരൻ നായർ വിളിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഫോൺ എൻഗേജിലാണ്. അപ്പോൾ എന്തോ ഒന്ന് മറയ്ക്കാനോ ഒളിക്കാനോ സുകുമാരൻ നായർക്കുണ്ടേ. ഈ പത്രസമ്മേളനത്തിന് പിന്നിൽ പോലും വി.എൻ. വാസവനും CPM ആണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വരും എന്ന് തന്നെ സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു. സ്വാഭാവികമായും CPM സുകുമാരൻ നായരും തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കമല്ല സുകുമാരൻ നായർ അധിക്ഷേപിച്ചത്, ടാർഗറ്റ് ചെയ്തത് മുഴുവൻ V.D. സതീശനെയാണ്. അങ്ങനെ V.D. സതീശനെ ടാർഗറ്റ് ചെയ്യാൻ എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം? കൃത്യമായി ചോദിക്കേണ്ട ചോദ്യമാണ്. പലരും പറയുന്നു സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ എന്നെ കിട്ടില്ല എന്ന് V.D. സതീശൻ പറഞ്ഞെന്ന് പണ്ടെങ്ങാണ്ട് പറഞ്ഞതാണ്. അന്ന് V.D. സതീശൻ ആ പരവൂരിലൊരു MLA മാത്രമാണ്. അത് സതീശൻ്റെ ലൈനാണ്. സമുദായ നേതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, എന്നാൽ അവരുടെ തിണ്ണ നിരങ്ങേണ്ട ആവശ്യമില്ല എന്നത് സതീശൻ്റെ ലൈനാണ്. അതേ ലൈൻ തന്നെയാണ് CPM വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതാണ്. സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സമുദായ നേതാക്കളോട് നമ്മൾ ആദരവ് പുലർത്താതിരിക്കാൻ പാടില്ല ആരും. അതിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അവർക്ക് അർഹതപ്പെട്ട ആദരവ് കൊടുക്കണം. വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറിയാണ്, സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി. അവർക്ക് അർഹതപ്പെട്ട ബഹുമാനം കൊടുക്കണം. എന്നാൽ അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിന്ന് അവർ പറയുന്നത് പോലെ മാത്രം ചെയ്ത് അവർ ചീത്ത വിളിക്കുമ്പോൾ മിണ്ടാതെ കേട്ട് പോകുന്ന രീതി കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കൾക്കുമുണ്ട്, CPM-നില്ല. അതുകൊണ്ട് CPM എടുക്കുന്ന അതേ നയമാണ് ഇക്കാര്യത്തിൽ സതീശൻ എടുത്തത്. സതീശൻ അങ്ങനെ അത് പറയുമ്പോൾ സതീശൻ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലൊന്നും ഒരു MLA മാത്രമാണ്. പിന്നീടാണ് സതീശൻ സംസ്ഥാന നേതാവാകുന്നതും പ്രതിപക്ഷ നേതാവാകുന്നതും. ഈ പ്രതിപക്ഷ നേതാവായപ്പോൾ സതീശൻ തീർച്ചയായും സുകുമാരൻ നായരെ പോയി കണ്ടു, സഹായം ചോദിച്ചു. അത് അദ്ദേഹത്തിന് മര്യാദയാണ്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ടും പഴയ വാക്കെടുത്ത് ഇപ്പോൾ അലക്കണമെങ്കിൽ സുകുമാരൻ നായർക്ക് എന്തോ വിദ്വേഷം, പകയുണ്ട്. ഇതിൻ്റെ പിന്നിൽ CPM-ൻ്റെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഒരു വില്ലൻ വേഷത്തിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നു. കാരണം ചെന്നിത്തലയോളം യോഗ്യതയുള്ള നേതാവ് ആരുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് സുകുമാരൻ നായർ. ആ ചോദ്യം സ്വാഭാവികമായും ചെന്നിത്തലയാണ് ഈ ഗൂഢാലോചന പിന്നിൽ എന്ന തോന്നലിന് കാരണമാവും. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല. ചെന്നിത്തല നായരെ ആദരവോടുകൂടി കാണുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നത് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കേണ്ടത് CPM-ൻ്റെ കൃത്യമായ അജണ്ട പ്രവർത്തിക്കുന്നു. CPM-ന് വേണ്ടി സുകുമാരൻ നായർ വെള്ളാപ്പള്ളിക്കൊപ്പം കൂട്ടുകൂടി എന്നാണ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് പോകുന്നവരല്ല എന്ന് നമ്മൾ പണ്ടേ കണ്ടതാണ്. എല്ലാ വിഷയങ്ങളിലും അവർക്ക് വ്യത്യസ്തമായ നിലപാടാണ്. ഈഴവ നായർ അകലം ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും പരസ്പരം അംഗീകരിക്കാത്തവരാണ്. സംവരണമടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ കൃത്യമായ വ്യത്യസ്തമായ നിലപാടാണ് ഇവർക്കുള്ളത്. ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ആളുകളല്ല. അവർ യോജിക്കുന്നെങ്കിൽ യോജിക്കട്ടെ, നല്ല കാര്യം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും പറയുന്നതും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദുവിന് ഐക്യമില്ല എന്നതാണ്. നായരും ഈഴവനും ഒരുമിച്ചാൽ അതൊരു തുടക്കമാണ്. പക്ഷേ ദളിതരെ കൂടി അവിടെ കൂട്ടണമെന്ന് മാത്രം. അങ്ങനെ ഹിന്ദു ഒരുമിച്ച് നിന്നാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവരത് ചെയ്യുന്നില്ല. അതുണ്ടാവട്ടെ. RSS അതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു RSSൻ്റെ ശ്രമത്തിന് ഇവിടെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും നേതൃത്വം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ പിണറായിയുടെ കാഞ്ഞ ബുദ്ധി തിരിച്ചറിയേണ്ടത്. പിണറായി വിജയൻ എന്ന അതിബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ ഒരു കാര്യം ബോധ്യമായി, തൻ്റെ പാർട്ടി ഹിന്ദു പാർട്ടിയാണ്. ആ ഹിന്ദു പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾ അടക്കമുള്ള ഹിന്ദു വിശ്വാസികൾ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് പോകുന്നു. അതിനെ തടയിടാൻ നേരിട്ട് BJP-യെ കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്തിറക്കുന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ 2 തവണയും അധികാരത്തിലെത്തിയത്. പിന്നെ പാർട്ടി പ്രവർത്തകരുടെ വോട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ. അതൊരുമിച്ച് ചേർന്നപ്പോൾ ഗുണം ചെയ്തു. എന്നാൽ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളാണ്. ഈ ഈഴവ വോട്ടുകളിൽ നല്ലൊരു ഭാഗം BJP-യിലേക്ക് പോകുന്നത് തിരിച്ചറിഞ്ഞ്
പിണറായി ആകുലനായി. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടും പോയി. അതുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിണറായിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ച് കടുത്ത വർഗീയത ഇവിടെ ഉണ്ടാക്കുന്നത്. മുസ്ലിം വിരുദ്ധവും ലീഗ് വിരുദ്ധവുമായ പ്രസ്താവനകൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായും ഇവിടെ ധ്രുവീകരണം ഉണ്ടാകുമെന്നും ആ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി ലീഗിനെയും മുസ്ലിം സമുദായത്തെയും എതിർക്കുന്ന വലിയൊരു വിഭാഗം വരുന്ന ഹിന്ദു സമുദായം CPM-ന് അനുകൂലമായി മാറുമെന്നും പിണറായിക്കറിയാം. അതിനാണ് വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ കുറേ കാലമായി വാടകയ്ക്കെടുത്ത് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രേണിയിലേക്ക് സുകുമാരൻ നായരെ കൂടി കൊണ്ടിട്ടു. സുകുമാരൻ നായരുടെ അണികളിൽ പേരിന് മാത്രം CPM-കാരുള്ളൂ. മഹാഭൂരിപക്ഷം പേരും ഒന്നുകിൽ BJP ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് സുകുമാരൻ നായരെ സോപ്പിടുന്നത് കൊണ്ട് പിണറായിക്ക് ഒരു ഗുണവുമില്ല. പക്ഷേ പിണറായി ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സമുദായ നേതാക്കളും അവർ ഒരുമിച്ച് മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും പറയുമ്പോൾ ഇവിടെ കൃത്യമായൊരു വിഭജനമുണ്ടാകും. ആ വിഭജനം തനിക്ക് ഗുണം ചെയ്യും. വാസ്തവത്തിൽ സതീശനോ UDF അല്ല CPM-ന്റെ ടാർഗറ്റ്. ബുദ്ധിമാനായ പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്യുന്നത് BJP ആണ്. CPM-ന് കിട്ടേണ്ട വോട്ടുകൾ BJP-ക്ക് പോകുന്നത് ഒഴിവാക്കാൻ കൃത്യമായ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കി BJP-യിലേക്ക് പോകാനിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് വലിയൊരു രക്ഷകനുണ്ടല്ലോ എന്ന തോന്നലിലൂടെ തിരിച്ചു പിടിക്കാനുള്ള നീക്കമാണ്. ഈ കെണിയിൽ വാസ്തവത്തിൽ വീണുപോയിരിക്കുന്ന BJP-കാരാണ്. ഓർക്കണം, BJP എന്ത് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ ചോദിച്ച് BJP നേതാക്കളെ പഞ്ഞിക്കിട്ടിരുന്നു സുകുമാരൻ നായർ. BJP-കാര് NSS കേസിന് പോയി ഇവരെ ഓടിക്കളഞ്ഞു. എന്നിട്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നില്ലേ, നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഈ പ്രശ്നം, ശബരിമലയുടെ പ്രശ്നം അവസാനിപ്പിക്കരുതോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാം, ഞങ്ങളത് ചെയ്യും. എന്താണ് ചെയ്തോ? ചെയ്തില്ല. വികസനം ഞങ്ങളിപ്പോൾ പ്ലെയിൻ ഇറക്കുമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തീവണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു. എവിടെ തീവണ്ടിയും പ്ലെയിനും ഒക്കെ? ഇവരെന്തോ ചെയ്തു ആ ക്ഷേത്രത്തിന് വേണ്ടി. നമ്മളിവിടുന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ ആ പരിപാവനമായ പമ്പാ നദി, അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്, അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? അപ്പോൾ ഇവർ എന്തെങ്കിലും ആട്ടെ, രാഷ്ട്രീയം ആട്ടെ, എന്താകട്ടെ, അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് സഹകരിച്ചേക്കാന്ന്. എന്തോ കോളിളക്കമായിരുന്നു ഇവിടെ എന്ന് അറിയാം, ഭയങ്കര കോളിളക്കം. അതുകൊണ്ട് NSS-ന് അതിലൊന്നും പിന്മാറ്റാനില്ല, ഒക്കത്തില്ല. അവർക്കിപ്പോൾ സർവാധികാരമില്ലേ? എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമല്ലേ, എന്നിട്ട് ഹിന്ദുവിൻ്റെ എല്ലാം ഞങ്ങളുടെയാണ്. അങ്ങനൊന്നും വേണ്ട. ഹിന്ദു ഞങ്ങളുടെ കൊണ്ടാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല. പക്ഷെ BJP നേതാക്കൾക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം ലീഗിനെതിരെയും സതീശിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ തന്നെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറയുന്നത്. അവർക്ക് എങ്ങനെ അതിനെ പ്രതികരിക്കാൻ കഴിയും? ആ ഒരു കെണിയിലാണ് BJP വീണു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘപരിവാറുകാർ, അതായത് BJP-ക്ക് വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന, പടിപടിയായി BJP-ക്ക് അനുകൂലമായി രൂപപ്പെട്ടു വന്ന ഒരു മൃദു ഹിന്ദുക്കളുണ്ട്. അവരൊക്കെ പെട്ടെന്ന് പിണറായി ഭക്തരെ മാറുന്നു. അതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. BJP-ക്ക് പോവേണ്ട വോട്ടാണ്. UDF-നോ കോൺഗ്രസിനോ കിട്ടേണ്ട വോട്ടുകളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം സതീശനെടുത്തിരിക്കുന്ന ഉറച്ച നിലപാട് ഹിന്ദു സമുദായത്തിലെ മതേതരവാദികളായ ആളുകളുടെ വോട്ട് ഉറപ്പിക്കും. അതേസമയം മുസ്ലിം വോട്ടുകൾ അടിവരയിട്ട് ഉറപ്പിക്കും ഈ ഒരു വിവാദത്തിലൂടെ. UDF-നെ ദോഷമായി ബാധിക്കില്ല. ദോഷമായി ബാധിക്കുന്നത് BJP-യാണ്. CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടർമാരെ പിടിച്ചു നിർത്താനും അവരെ കൊണ്ട് ഞങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്താൽ ഇവിടെ ലീഗിൻ്റെ ഭരണം വരാൻ പോകുന്നു, മുസ്ലിം ഭരണം വരാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാക്കി ആ വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിൽ പിണറായി വിജയൻ ഒരു പരിധിവരെ വിജയിച്ചു. ആ കെണിയിൽ BJP സംഘപരിവാർ അണികളും ഒരു പരിധിവരെ വീണുപോയി. ബൈജു സ്വാമി എഴുതിയ പോസ്റ്റ് കൂടി കേൾക്കുക. 2 സാമുദായിക പ്രമാണിമാർ ചേർന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ദാസപ്പൻ്റെ കൊട്ടേഷനുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് 2 പേരും 1 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനം നടത്തി. ഞാൻ ശ്രദ്ധിച്ചത്, ഈ പരനാറികൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാക്ഷേത്രമായ ശബരിമലയിൽ ദാസപ്പൻ്റെ കൂട്ടാളികൾ നടത്തിയ കൊള്ളയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയുന്നുണ്ടോ എന്നാണ്. അവിടെ കയറി അയ്യപ്പൻ്റെ വിഗ്രഹം ഉൾപ്പെടെ അടിച്ചു മാറ്റിയത് മുസ്ലിങ്ങളല്ല. ഈ നാറികളുടെ നോമിനികൾ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡും ദാസപ്പൻ്റെ ഭരണകൂടവും ചേർന്നാണ് എന്ന് മൂക്കു താഴേക്കുള്ള സകല ഹിന്ദുക്കൾക്കും അറിയാം. ആ കൊള്ള നടത്തിയ കൊള്ളസംഘത്തിൻ്റെ വക്കാലത്തുമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു വാക്കുപോലും മിണ്ടാതെ പാവപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും മുതുകത്ത് കയറുകയാണ് ഏമ്പോക്കുകൾ. ഞാൻ ശ്രദ്ധിച്ചത്, പത്രക്കാർ എന്ന് പറയുന്ന ഒരൊറ്റ ചെറ്റയും അത് സംബന്ധിച്ചൊരു ചോദ്യം പോലും ചോദിച്ചതുമില്ല. എന്നിട്ട് നാറികൾ വാർത്ത കൊടുക്കുന്നു, ഹിന്ദുക്കളുടെ ഐക്യം സംബന്ധിച്ച് ഈ പരനാറികൾ ധാരണയിലെത്തിയത് വൻ രാഷ്ട്രീയ നീക്കമാണെന്ന്. ഇവരൊന്നും ഹിന്ദുക്കളെ അറിയില്ല എന്ന് പറയാനുള്ളൂ.
ഹിന്ദുക്കൾ എന്തെന്ന് ദാസപ്പനും സംഘികൾക്കും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിടികിട്ടും. അന്ന് നാണവും മാനവുമില്ലാത്ത ഈ ചെറ്റകൾ മന്ത്രിസഭയിൽ അവരുടെ ചാർച്ചക്കാരെ ഉൾപ്പെടുത്താൻ ഇറങ്ങും. സതീശൻ അന്തസ്സുള്ളവനാണെങ്കിൽ ഈ 2 പരനാറികളുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുവെന്ന് ഉറപ്പാക്കണം. 2 പേരും സഖാക്കളായ കട്ടിളവാസുവിൻ്റെയും പപ്പൻ്റെയും കൂടെ ജയിലിലിരുന്ന് ചീട്ട് കളിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇത് പിണറായിയുടെ കെണിയാണ് എന്ന് ബൈജുസ്വാമി വ്യക്തമാക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് ഇത് തിരിച്ചറിയാനുള്ള വിവേകമില്ല എന്ന് പിണറായി ധരിച്ചു വശായിരിക്കുന്നു. പിണറായിയുടെ ധാരണയ്ക്കൊപ്പം നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ തുള്ളാൻ തുടങ്ങിയതോടെ പിണറായി വിചാരിക്കുന്നു കളി തനിക്ക് അനുകൂലമാണ്. തൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി ഇതാ UDF അനുകൂല CPM വിരുദ്ധ വികാരമൊക്കെ തുടച്ചു മാറ്റിയിരിക്കുന്നുവെന്ന്. കാത്തിരിക്കാം ആരാണ് ഈ കളിയിൽ ജയിക്കുന്നതെന്നറിയാൻ.